പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 1-ാം ക്ലാസ് തഫ്ഹീമു തിലാവ അൽ ഖിറാഅ അഥവാ വായന പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും ശ്രദ്ധിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ വളരെ നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയും രക്ഷിതാക്കൾ അതുപോലെ കുട്ടികളിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. താഴെ കൊടുത്ത പദങ്ങൾ വായിക്കാം എന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾ കാണാം. 4 ചോദ്യങ്ങൾക്കും അതിനോട് യോജിച്ച മാർക്കുകളും അവിടെ താഴെ കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തത് സൊദുറുൻ എന്നുള്ളതാണ്. 2 ഐനുൻ. മൂന്നാമത്തത് ലൗ ഉൻ. നാലാമത്തത് ഓറലുൻ. 5 ഖിർദുൻ. 6 ലാലിമുൻ. 7 മൗസുൻ. 8-ാമത്തത് ഹുജജുൻ. എന്നിങ്ങനെ 8 പദങ്ങളാണ്. ഈ പദങ്ങളൊക്കെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. പുറമേ നിന്ന് ഒരൊറ്റ വാക്കും ചോദിച്ചിട്ടില്ല. എല്ലാം പാഠപുസ്തകത്തിൽ നിന്നുള്ള നമ്മൾ പഠിച്ച വേർഡുകൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓരോ പദങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ അക്ഷരങ്ങളുണ്ട്. ഇതിലുള്ള ഈ ലവ് ഉൻ എന്നുള്ളത് കുട്ടികൾ ലവ് ഉൻ എന്ന് ചിലപ്പോൾ വായിക്കുമെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൗസുൻ എന്നുള്ളതിൽ മവ് സുൻ, അത് വായിക്കേണ്ടത് ലവ് ഉൻ. ആ വ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉച്ചാരണം അവിടുന്ന് മാറും. ലവ് ഉൻ മൗസുൻ. അങ്ങനെ പല കുട്ടികളിൽ നിന്നും അനുഭവം ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. രക്ഷിതാക്കൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നോക്കുക. അവർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വന്നാൽ ഈ രൂപത്തിലാണ് വായിക്കേണ്ടത്. ഇതുപോലത്തെ വാക്കുകൾ വേറെയുമുണ്ട്, അതും കൂടെ ഒന്ന് വായിപ്പിക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ഈ വേർഡ് തന്നെ ചോദിച്ചു കൊള്ളണമെന്നില്ല, മറ്റേതെങ്കിലും വേർഡുകളായിരിക്കും ചോദിക്കുക. ഇനി നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ടുകൊണ്ട്, കുറച്ച് പ്രയാസമുണ്ട് ഇതുപോലത്തെ ചോദ്യപേപ്പറുകളൊക്കെ കണ്ടെത്തി നിങ്ങളിലേക്ക് വീഡിയോ ആക്കി എത്തിക്കുന്നതിന്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. വിട്ട അക്ഷരങ്ങൾ ചേർത്തു വായിക്കാമെന്ന മറ്റൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പല ചോദ്യപേപ്പർ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതിൻ്റെ കാര്യം, ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ എളുപ്പമായിരിക്കും. ചിലപ്പോൾ നമ്മൾ എളുപ്പമാണെന്ന് കണക്കൂട്ടി കുട്ടികളെ പഠിപ്പിക്കില്ല. പരീക്ഷ വളരെ ടഫായിരിക്കും. ഏത് രൂപത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് കുട്ടികളെ എല്ലാ ഭാഗവും നന്നായി വായിപ്പിച്ച് പഠിപ്പിക്കണം എന്ന് പറയുന്നത്. ആ ഹുറൂഫുൽ ഖമരിയ ഷംസിയ അതിൻ്റെ അക്ഷരങ്ങൾ വരെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഹുറൂഫ് ഷംസിയയിൽ നിന്ന് 5 എണ്ണം പറയാൻ വേണ്ടി പറഞ്ഞാലോ, അല്ലെങ്കിൽ ഖമരിയയിൽ നിന്ന് ഒരു 2 എണ്ണം പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടാലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു 2-3 എണ്ണം പഠിപ്പിക്കുക. മാസത്തിൻ്റെ പേര്, ദിവസത്തിൻ്റെ പേര്, ഇതൊക്കെ. അതുപോലെ തന്നെ ഫാത്തിഹ നോക്കി ഓതാൻ വേണ്ടി പഠിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം ഫാത്തിഹയിലുള്ള വേർഡുകൾ ചിലപ്പോൾ പൂരിപ്പിക്കാനോ മറ്റോ ഒക്കെ വന്നേക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചോദ്യപേപ്പറുകൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്ക് പ്രത്യേകമായി ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ഏത് രൂപത്തിലാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ കൊല്ലം പുസ്തകം മാറിയതുകൊണ്ട് പല വിധേനയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് വർഷത്തെ ചോദ്യപേപ്പറുകൾ നോക്കി പരിശോധിച്ചുകൊണ്ടാണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വിട്ട അക്ഷരങ്ങൾ ചേർത്തി വായിക്കാം എന്ന് നിങ്ങൾക്ക് കാണാം. 5 ചോദ്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ട അക്ഷരം റൗണ്ടിലാക്കി ഇപ്പുറത്ത് നൽകിയിട്ടുണ്ട്. അത് ചേർത്ത് വായിക്കേണ്ട ഒരാവശ്യമുള്ളൂ. കുട്ടികൾക്ക് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക. ഞാൻ അതിൻ്റെ ഉത്തരം അതിൽ എഴുതിയിട്ടില്ല. അത് നിങ്ങൾക്ക് കുട്ടികളെ വായിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചിട്ടതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തത് അഖ്ല ഡാഷ് നാഹും. അവിടെ സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഡാഷ് ഇട്ട ഭാഗത്ത് നമ്മൾ സു എന്നുള്ളത് ചേർത്തി വായിക്കണം. അഖ്ലസ്നാഹും എന്നതാണ്. 6 മാർക്ക് ഉണ്ട്. അതിന് അല്പം കടുപ്പുള്ളൊരു വാക്കാണ്, അതുകൊണ്ടാണ് അതിന് 6 മാർക്ക് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തത് യോമു സ ഡാഷ് ത്. എന്താണ്? സബത്ത്. യോമു സബത്ത്. അപ്പോൾ ഇത് ആഴ്ചൻ്റെ ഒരു പേരാണ്. അപ്പോൾ അത് പഠിപ്പിക്കണം എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലായി. ഇനി വലല്ലാലിമീൻ
ഡാഷ് അപ്പോൾ അവിടെ ലീ എന്ന് ഷദ്ദുള്ള ലീ കൊടുത്തിട്ടുണ്ട്. ചേർത്തി വലദ്ദാലീൻ എന്ന് വായിക്കണം. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഓതുന്ന സമയത്ത് പല ആളുകളും ലോദിൻ്റെ ഷദ്ദാണ് ഉച്ചരിക്കാറുള്ളൂ. ഈ ലീൻ എന്നുള്ളതിലെ ഷദ് പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. സാന്ദർഭികമായി ഉണർത്തുകയാണ്. വലദ്ദാലീൻ അങ്ങനെയാണ് ഓതേണ്ടത്. ചില ആളുകൾ വലദ്ദാലീൻ എന്നോതും. ലീ അല്ല ലീ ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഫാത്തിഹയിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കാം സാധ്യതയുണ്ട്. ഇനി തദൽ ഡാഷ് ല തദൽദല. അടുത്തത് സ ഡാഷ് ഫത്തുൻ റാ വിട്ടുപോയിട്ടുണ്ട്. കൂട്ടി വായിക്കുമ്പോൾ സറാഫത്തുൻ. അതിന് 3 മാർക്കാണ്. എളുപ്പത്തിനനുസരിച്ച് മാർക്ക് കുറയും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതോടെ വായന പരീക്ഷ കഴിഞ്ഞു. ഈ പേപ്പറിൽ ആദ്യം കൊടുക്കുക വായന പരീക്ഷയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പുറത്താണ് കിതാബത്ത് തഫ്ഹീമു തിലാവ ഉണ്ടാവുക. നിങ്ങൾക്കിവിടെ കാണാം തഫ്ഹീമു തിലാവ അൽ കിതാബ എഴുത്തു പരീക്ഷയാണ്. അപ്പോൾ വായന പരീക്ഷ അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഇതുപോലെയും വരാം. തഫ്ഹീമു തിലാവ വായന പരീക്ഷയിൽ ഒന്നാമത്തത് ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ അക്ഷരങ്ങൾ വേർതിരിച്ചെഴുതാം. ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കുട്ടികൾക്ക് കൃത്യമായി അറിയുമെന്ന് ഉറപ്പുവരുത്തുക. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. കലമുൻ കലമുൻ എന്ന് വേർതിരിച്ചെഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് 8 മാർക്കിൻ്റെ ഒരു ചോദ്യം തൊബീബുൻ എന്നാണ്. തൊബീബുൻ എന്നെങ്ങനെ വേർതിരിച്ചെഴുതൽ? ത്വ ബി യാ ഇട്ടിട്ടാണ് എഴുതുക. ആ തൊബീബുൻ എന്ന് എഴുതിയതിലുള്ള യാ പോലെയല്ല എഴുതേണ്ടത്. യാഇൻ്റെ ശരിയായിട്ടുള്ള രീതി അതിൻ്റെ തുടക്കം ഒന്നുമില്ലാത്ത വരുമ്പോൾ യാ എന്നുള്ള രൂപത്തിലാണ് എഴുതേണ്ടത്. തൊബീബുൻ. അടുത്തത് സൊഹ്നുൻ സൊഹേനുൻ ഓരോന്ന് എഴുതുക. കുട്ടികൾ എന്ത് ചെയ്യും? സൊഹ്നുൻ എന്നുള്ളത് സോ അവിടെ മുറിക്കും, ഹ് മുറിക്കും. ഈ മുറിച്ച് കഴിഞ്ഞാൽ മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. ഹ് എന്നുള്ളത് ഹ എന്ന് ഹാഇൻ്റെ രൂപമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അതല്ലാതെ ചേർത്തി എഴുതുന്ന ആ രൂപത്തിലല്ല എഴുതി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അടുത്തത് ഒലക്കുൻ എന്നുള്ളത്. ഒലക്കുൻ എന്നുള്ളതിലെ ആ തുടക്കത്തിലുള്ള അക്ഷരം അതേപോലെ എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടില്ല. കാരണം ഇതുപോലെ ഓയിന് എന്ന് എഴുതുന്നതിൻ്റെ മേലെ ഫതഹ് ഇട്ട് കൊടുക്കണം. ഓലക്കുൻ. അതുപോലെ തന്നെ ലബിയുൻ ഞാൻ എഴുതിയിട്ടില്ല. അത് നിങ്ങൾക്ക് കുട്ടികളോട് ചോദിച്ച് എഴുതിപ്പിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തത് വിട്ട അക്ഷരങ്ങൾ എഴുതാം എന്നുള്ളതാണ്. സർവ്വസാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് എല്ലാ ചിത്രത്തിൻ്റെ പേര് അറബിയിൽ എഴുതുന്നത് കുട്ടികൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. ചിത്രം കണ്ടിട്ട് അവർ എഴുതിക്കോളും. ഡാഷ് ബീബുൻ എന്നാണ്. അവിടെ തോ എഴുതി കൊടുത്താൽ മതി. തൊബീബുൻ. കാളയുടെ ചിത്രം വീറുൻ എന്നുണ്ട്. സൗറുൻ എന്നാണ്. കയറ് ഹബുലുൻ സറാഫത്തുൻ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ടാവും. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇതുപോലെ മറ്റു പാഠത്തിൻ്റെ മെയിൻ ഹെഡിങ്ങുകളും അതിൻ്റെ അറബിയും പഠിച്ചു വെച്ചാൽ മതി. ഇനി മൂന്നാമത്തത് ബോർഡിൽ നോക്കി എഴുതാം. എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ എത്രയാണോ വൃത്തി അതിനനുസരിച്ചാണ് മാർക്ക് ലഭിക്കുക. ദുൽ ഖഅദ എഴുതിയാൽ 7 മാർക്കാണ്. ഷഅബാൻ എന്ന് എഴുതിയാൽ 5 മാർക്ക്. യൗമുൽ അഹദിന് 6 മാർക്കാണ്. ഇതിലൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മാസത്തിൻ്റെ പേര് ചിലപ്പോൾ എഴുതാനുണ്ടാകും, ദിവസത്തിൻ്റെ പേരും എഴുതാനുണ്ടാകും, ചിലപ്പോൾ അത് വായിക്കാനുണ്ടാകും. അറിയുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഒരു രൂപമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും മറ്റു പേപ്പറുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ഉണ്ടാവണം. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നന്ദി അറിയിച്ച് താങ്ക്സ് അൽഹംദുലില്ലാഹ് എഴുതുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം.